ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ. ധാക്കയിലെ പ്രത്യേക അന്താരാഷ്ട്ര ട്രിബ്യൂണൽ കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. സർക്കാർ വിരുദ്ധ കലാപം അടിച്ചമർത്തിയ കേസിലാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചത്. കൊലപാതകം, പീഡനം, മറ്റ് മനുഷ്യത്വരഹിതമായ പ്രവർത്തികൾ തുടങ്ങി 5 കുറ്റകൃത്യങ്ങൾ ചുമത്തിയായിരുന്നു വിചാരണ. അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണലിന്റെ 3-അംഗ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഡ്രോണുകൾ, ഹെലികോപ്റ്ററുകൾ, മാരകായുധങ്ങൾ എന്നിവ ഉപയോഗിക്കാൻ ഉത്തരവിട്ടതിലൂടെ കുറ്റാരോപിതയായ പ്രധാനമന്ത്രി മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ചെയ്തുവെന്ന് വിധിയിൽ പറയുന്നു. സർക്കാർ ജോലികളിലെ വിവാദപരമായ ക്വാട്ട സമ്പ്രദായമായിരുന്നു സർക്കാരിനെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങാൻ കാരണമായത്. പ്രതിഷേധം കലാപത്തിലേക്ക് നീങ്ങിയതോടെ സൈന്യം നടത്തിയ ഇടപെടലിൽ 1400ഓളം പേർ കൊല്ലപ്പെട്ടു. ബഹുജന പ്രക്ഷോഭം അടിച്ചമർത്താൻ സൈന്യം നടത്തിയ ഇടപെടലിന് പിന്നിലെ പ്രധാനി ഷെയ്ഖ് ഹസീന എന്നാണ് ആരോപണം. മുൻ ആഭ്യന്തരമന്ത്രി, പോലീസ് IG എന്നിവരും കേസുകളിൽ പ്രതികളാണ്. ബംഗ്ലാദേശിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന അധികാരം ഉപേക്ഷിച്ചു. നിലവിൽ പലായനം ചെയ്ത് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീനയുടെ അഭാവത്തിലായിരുന്നു കേസുകളിൽ വിചാരണ. രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി വിചാരണ TV-യിലൂടെ സംപ്രേഷണം ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.